വിദേശ രാജ്യങ്ങളിലെ കെയർ ഹോമുകളിൽ ജോലി വാഗ്ദാനം ചെയ്തും തട്ടിപ്പ്. എറണാകുളം കളമശ്ശേരിയിലെ മോസ്ലാൻഡ് സ്ഥാപനത്തിന്റെ ഉടമ മുകേഷ് മോഹനനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളം വിട്ട് അന്യനാടുകളിലേക്ക് തൊഴിൽ തേടി പോകുന്ന മലയാളികളുടെ എണ്ണത്തിൽ നാൾക്ക് നാൾ വർധനവാണ് ഉണ്ടാകുന്നത്. ഈ ഒരു അവസരത്തെ സുവർണാവസരമാക്കി കാണുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ. അത്തരത്തിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന മോസ്ലാൻഡ് എന്ന തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ വീണിരിക്കുകയാണ് നിരവധി ഉദ്യോഗാർത്ഥികൾ. വീട് നിർമ്മാണത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി ഒരു ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ തുക, അതാണ് അക്കരെ കടക്കാൻ പുതിയൊരു ജീവിതത്തിനായി മുടക്കിയത്. പറ്റിക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവർ വലിയ പൈസ പറഞ്ഞുകൊണ്ടിരുന്നത് 12 ലക്ഷം രൂപയ്ക്ക്. ഇവ 7 ലക്ഷം രൂപ പറഞ്ഞപ്പോൾ ആ 7 ലക്ഷം രൂപയിൽ ആകർഷകരായിട്ടാണ് ഞങ്ങളിവിടെ വരാൻ തന്നെ ഉണ്ടായ കാരണം. 6 മാസത്തിനുള്ളിൽ കൊണ്ടുപോകുന്നവൻ നമ്മളോട് പറഞ്ഞിരുന്ന വാഗ്ദാനം. ഇത് കുറച്ച് നാൾ 2022 ഞങ്ങൾ കുറച്ച് പകുതി എമൗണ്ട് അവർക്ക് കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് 6 ലക്ഷം രൂപ എക്സ്ട്രാ നമ്മുടെ അടുത്ത് മേടിക്കുക ചെയ്തത്. പുള്ളി ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് യാതൊരു വിധത്തിലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യോ അങ്ങനെ ഒന്നും പുള്ളി ചെയ്തിട്ടുണ്ടായില്ല. പണം നഷ്ടമായിട്ട് 2 വർഷം കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാം എന്നായിരുന്നു വാഗ്ദാനം. വിവരങ്ങൾ അന്വേഷിച്ച് പലവട്ടം വിളിച്ചു. ഭീഷണിയായിരുന്നു മറുപടി. ചേട്ടോ, ഇതിനകത്ത് പല വഴിക്ക് ശ്രമിച്ചിട്ട് കാര്യമില്ല. ചേട്ടൻ സംസാരിക്കേണ്ടതും ഇതിന്റെ പൈസ തരുന്നതും ഞാനാണ്. കോടതിയല്ല, വക്കീലല്ല, പോലീസല്ല, ഞാനാണ് തരേണ്ടത്. മനസ്സിലായ? ഞാൻ അതിന്റെ സാഹചര്യം പറഞ്ഞു. അല്ലാണ്ട് ചേട്ടൻ വേറെ 100 വഴി നോക്കിയിട്ട് ഒരു കാര്യമില്ല. US, UK, കാനഡ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ കെയർ ഹോമുകളിലേക്ക് നേഴ്സ്, കെയർ അസിസ്റ്റന്റ് തസ്തികകളിൽ നിയമിക്കാമെന്നായിരുന്നു ഉറപ്പ്. 2 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ നഷ്ടമായവരുണ്ട്. ആദ്യം 2 ലക്ഷം രൂപയാണ് എന്നോട് ചോദിച്ചത്. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഞങ്ങളുടെ 50,000 രൂപ രാത്രി തന്നെ കൊടുക്കുകയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ വിസ ശരിയാകുമെന്ന് പറഞ്ഞ് മേടിച്ചു. 1.5 ലക്ഷം രൂപയാണ് പുള്ളി മേടിച്ചത്, ആവശ്യപ്പെട്ടത്. ടോട്ടൽ 6 ലക്ഷമാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. ഇപ്പം ഇത്രയും കേസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും പേരെ പറ്റിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ ലൈസൻസ് കട്ട് ചെയ്തൂടെ? ഈ ലൈസൻസ് ഒന്നും കട്ട് ചെയ്യില്ല. അയാൾ ഇത് കഴിഞ്ഞ് ഇറങ്ങും, ഇപ്പം റിമാൻഡ് ആവും, ഇറങ്ങും. പിന്നെ ആൾക്കാർ വരുമ്പോൾ ഇതേപോലെ തന്നെ പറ്റിക്കപ്പെടും. ഇടനിലയായി നിന്ന വിദേശ ഏജൻസി തന്നെ ചതിച്ചുവെന്നാണ് പ്രതിയുടെ വാദം. കളമശ്ശേരിയിലുള്ള തന്റെ സ്ഥലം വിറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും ഇയാൾ പറയുന്നു. കടൽ കടന്ന് പോകാൻ കൊതിക്കുന്നവരെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഏജൻസിയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള പോലീസ് കേസുകളും ഇല്ല എന്ന്, അവർക്ക് വേണ്ടത്ര നിയമ സാധുത ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ക്യാമറാമാൻ അനുവിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.